അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ 4 പാഠങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയും എഴുതുകയും ചെയ്തവരാണ് നിങ്ങൾ. നമ്മൾക്ക് പുതിയതായ ഒരു പാഠമാണ് ഇന്ന് നമ്മളുടെ മുമ്പിലുള്ളത്. ഇവിടെ കാണുന്ന ചിത്രങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ചിപ്പി, അതിലുള്ളതായ മുത്ത്. ഇത് സമുദ്രത്തിൽ നിന്നാണ് അധികവും കിട്ടാറുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ളതായ മുത്തുകൾക്ക് ഒരുപാട് വിലകൾ നൽകേണ്ടി വരും. അങ്ങനെ വിലമതിച്ചതായ സാധനമാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇങ്ങനെയുള്ള സാധനം നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഏതായാലും വിഷയം മനസ്സിലായില്ലേ നമ്മൾക്ക്? ഓക്കെ, ഇതിനൊക്കെ എന്താണ് നമ്മൾ പേര് പറയാ? ലുഅ്ലുഅ് എന്ന് പറയാം. എന്താണ്? ലുഅ്ലുഅ്. ഒന്നുകൂടി പറയൂ. ലുഅ്ലുഅ്. ശരി, നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു അക്ഷരം ഇതിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഇവിടെ അല്ലേ? ഹംസ. ഇവിടെയുമുണ്ട് ഹംസ. എന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഹംസ നേരത്തെ നമ്മൾ അലിഫിൻ്റെ മുകളിലാണ് എഴുതിയത്. ഇവിടെ ഉള്ളതുപോലെ അലിഫിൻ്റെ മുകളിലാണ് എഴുതിയത്. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? വാവിൻ്റെ മുകളിലും ഹംസ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വാവിൻ്റെ മുകളിൽ ഹംസ എഴുതിയാലും ഓതുന്നത് എങ്ങനെ തന്നെ? ലുഅ്. ഒന്നുകൂടി പറയൂ. ലുഅ്. ഹംസയുടെ ഓരോ രൂപങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഹംസ ഏതെല്ലാം അക്ഷരത്തിൽ വരും, ഏതെല്ലാം കോലത്തിൽ ഹംസകൾ എഴുതുന്നുണ്ട് എന്ന വ്യക്തമായ രൂപമാണ് നമ്മൾ ഈ ലുഅ്ലു എന്നുള്ള പാഠത്തിൽ പഠിക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ. ഹംസ ആ ആ ആ ആ. ഈ 4 കോളത്തിലുമുള്ളത് ഹംസകളാണ്. ഇവിടെ സിംഗിളായിട്ട് ഹംസ വന്നു, ഇവിടെ അലിഫിന് മുകളിൽ വന്നു, ഇവിടെ യാൻ മുകളിൽ വന്നു, ഇവിടെ വാവിന് മുകളിൽ വന്നു. ശരിയല്ലേ? അങ്ങനെ 4 രൂപങ്ങളിലായിട്ട് ഹംസകൾ വരാറുണ്ട്. ഇനി നോക്കൂ. ഉ ഉ ഉ. ഇ ഇ ഇ. ആ ഉ ഇ. ശരിയല്ലേ? ഇവിടെ നോക്കണം. ബ എ ലു എ ലു എ. ജി എ ജി എ. ബ എ ലു എ ജി എ. ശരി, നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ഹർക്കത്തിൻ്റെ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് എഴുതിയാൽ ഫത്തഹ എന്നാ വായിക്കുക. ഇവിടെ 2 ഫത്തഹകൾ കൊടുത്തു. 2 ഫത്തഹകൾ കൊടുത്തു കഴിഞ്ഞാൽ തൻവീൻ ഫത്തഹ, തൻവീൻ ലമ്മ, തൻവീൻ ലമ്മ, തൻവീൻ കസ്റ. ഇത് രണ്ടും തൻവീൻ ലമ്മയാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. 2 ലമ്മ കൊടുത്തിട്ട് എഴുതും. പിന്നെ ഒരു ലമ്മയും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എഴുതിയാൽ അതും തൻവീൻ ലമ്മയാണ്. ഇങ്ങനെ 2 രൂപങ്ങളിലായിട്ട് തൻവീൻ ലമ്മകൾ വരാറുണ്ട്. മനസ്സിലായോ? തൻവീൻ ഫത്തഹ, തൻവീൻ ലമ്മ, തൻവീൻ ലമ്മ, തൻവീൻ കസ്റ. പാഠം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ലുഅ് ലുഅ്. ആ ആ ആ
ആ ഉ ഉ ഉ ഇ ഇ ഇ ബ എ ലു എ ജി എ തൻവീൻ ഫതഹ തൻവീൻ ലമ്മ തൻവീൻ ലമ്മ തൻവീൻ കസ്റ. നമ്മൾക്ക് വായിക്കാം. നഖ്റ ആ ബുൻ അബുൻ ഉ സു നുൻ ഉസുനുൻ ഇ റ മുൻ ഇറമുൻ ക ഇ സുൻ കഇസുൻ ലു ഇ ലുഉൻ ലുഉലുഉൻ. നമ്മൾക്ക് ഇതൊരു മത്സരമാണ്. നിങ്ങൾ എത്രമാത്രം കഴിവുള്ളവരാണ് എന്ന് നമ്മൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ട പരിചയമുണ്ട് അല്ലേ? ഇതിൻ്റെ പേരുകളും ഇവിടെ കണ്ട പരിചയമുണ്ട്. ഇതിനൊക്കെ നമ്മൾ പഠിച്ചതായ പേരെന്താണ്? എന്താണ് ഇതിൻ്റെ പേരെന്താ? ഇതിനേക്കുള്ള പേരെന്താണ്? ഇതിൻ്റെ പേരെന്താണ്? ഇവിടെ നോക്കൂ. ലുഉലു എന്ന് പറയുന്നത് ഏതിനേക്കാണ്? ഇപ്പൊ പഠിച്ചതായ പാഠത്തിൽ പഠിച്ച ലുഉലു എന്നുള്ളതാണ് അല്ലേ? ശരി. ലുഉലു എന്ന് പറഞ്ഞാൽ ചിപ്പിക്ക് പറയുന്നതായ പേരാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഓൾറെഡി ഒരു ലൈന് കൊടുത്തിട്ടുണ്ട്. ഇറം എന്ന് പറഞ്ഞാൽ ഏതിനേക്കാ ഇറം എന്ന് പറയാ? നേരത്തെ പഠിച്ചിട്ടുണ്ട്. അജ്മീറിലേക്ക് 313 കിലോമീറ്റർ അല്ലേ? ഈ ഒരു അടയാളം. അപ്പം ഇത് മുതൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരു ലൈന് ഇവിടത്തേക്ക് കൊടുക്കണം. ഉസുൻ എന്നുള്ളത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഏതാണ് ഉസുന്? രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചതാ. നമ്മളുടെ കാത്, ചെവി. അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ലൈന് വലിക്കണം. കഴ്സി എന്നുള്ളത് നാലാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ചായക്ക് ഉപയോഗിക്കുന്ന, കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പുകൾ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ലൈന് വലിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? വളരെ എളുപ്പമാണ്. ഇനി ഇവിടെ നുലവ്വിൻ നമ്മൾ എന്താക്കണം? നല്ല വൃത്തിയിൽ കളറ് കൊടുക്കണം. ക്രാൻസ് കൊണ്ട് അതിൻ്റെ പുറംഭാഗത്ത് വരാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നുലവ്വിനു കളറുകൾ കൊടുക്കണം. ഇതിൻ്റെ ഈ ലൈനിൻ്റെ പുറംഭാഗത്തേക്ക് വരാൻ പാടില്ല. അലിഫ്, വാവ്, യാ ഈ 3 അക്ഷരങ്ങൾക്ക് നല്ല വൃത്തിയായി കളറുകൾ കൊടുക്കണം. നെക്സ്റ്റ് പേജ് നമ്മൾക്ക് അറിയുന്നത് പോലെ നക്തുബ് എഴുതണം. ഉ ഇ ആ ബ എ ലു എ ജി എ. നമ്മൾ പാഠത്തിൽ പഠിച്ചതായ അക്ഷരങ്ങൾ തന്നെ നല്ല വൃത്തിയിലായി എഴുതണം. ഇവിടെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം, ഉ എന്ന് എഴുതുമ്പോൾ വാവ് നേരെ നമ്മളുടെ ലൈനിൻ്റെ താഴെ ഭാഗത്തേക്ക് വരണം. അതേപോലെ തന്നെ ലു എന്ന സ്ഥലത്ത് ഇവിടെ വാവ് എഴുതുന്ന സമയത്ത് ലൈനിൻ്റെ താഴെ ഭാഗത്തും. ജി എന്ന് എഴുതുമ്പോൾ ഇതിൻ്റെ യാ ലൈനിൻ്റെ താഴെ ഭാഗത്താണ് വരേണ്ടത്. അത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ താഴെ ഭാഗത്ത് നക്തശിഫുൽ ഹംസാത്ത് നക്തശിഫുൽ ഹംസാത്തി മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നുള്ളതായ ഹംസകളെ നിങ്ങൾ എന്താക്കണം? വെളിവാക്കി കാട്ടണം. ഇവിടെ നോക്കൂ. ആ ഇ ഉൻ ഇ ആ ആ ഈ ഹംസകളെല്ലാം ഒന്ന് നിങ്ങൾ അടയാളപ്പെടുത്തണം.
ഈ രൂപങ്ങളിലായിട്ട് ഒരുപാട് ഹംസകൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഖുർആനിലും വരുന്നുണ്ട്. അപ്പം ഹംസകളെ കുറിച്ചിട്ടുള്ളതായ ഈ ഒരു പാഠം നല്ല രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കഴിഞ്ഞു പോയതായ ഓരോ പാഠങ്ങളും നമ്മൾ ദൈനംദിനം വായിക്കുകയും വേണം. വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയായ രീതിയിൽ വായിക്കുകയും വിരൽ വെച്ചുകൊണ്ട് നമ്മൾ അത് വായിക്കുകയും വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.